94 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 47 പേർ വിദേശത്തുനിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 37 പേർ. സമ്പർക്കം 7 പേര്. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 23 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തമിഴ്നാട് 8, ഡൽഹി 3, ഗുജറാത്ത് 2, രാജസ്ഥാൻ 1. 39 പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത്. പാലക്കാട് 13, മലപ്പുറം 8, കണ്ണൂർ 7, കോഴിക്കോട് 5, തൃശ്ശൂർ വയനാട് 2 വീതം, തിരുവനന്തപുരം പത്തനംതിട്ട 1 വീതം. ഇങ്ങനെയാണ് നെഗറ്റീവ്. പോസിറ്റീവായതിൻ്റെ ജില്ല തിരിച്ചെടുത്താൽ പത്തനംതിട്ട 14, കാസർഗോഡ് 12, കൊല്ലം 11, കോഴിക്കോട് 10, ആലപ്പുഴ 8, മലപ്പുറം 8, പാലക്കാട് 7, കണ്ണൂർ 6, കോട്ടയം 5, തിരുവനന്തപുരം 5, തൃശ്ശൂർ 4, എറണാകുളം 2, വയനാട് 2. ഇത്തരത്തിലാണ് പോസിറ്റീവായത്. ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിയ പാലക്കാട് ജില്ലയിലെ മീനാക്ഷി അമ്മാൾ, അബുദാബിയിൽ നിന്ന് തിരിച്ചെത്തിയ മലപ്പുറം എടപ്പാൾ സ്വദേശി ഷബ്നാസ്, കൊല്ലം ജില്ലയിലെ കാവനാട് സ്വദേശി സേവ്യർ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. ഇവർക്ക് 3 പേർക്കും കോവിഡ് ബാധയുണ്ടായിരുന്നുവെന്ന് പരിശോധനാ ഫലത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഷബ്നാസ് രക്താർബുദ ചികിത്സയിലായിരുന്നു. കൊല്ലം സ്വദേശി സേവ്യർ മരണമടഞ്ഞ ശേഷമാണ് ആശുപത്രിയിലെത്തിച്ചത്. പരിശോധന വേണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചു. 2 തവണ പരിശോധിച്ച് ആണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ 3 പേരുടെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതോടെ സംസ്ഥാനത്തുള്ള ആകെ മരണം 14 ആയി. ഇന്ന് 3787 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ 1588 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 884 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,70,70,065 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,68,578 പേർ വീടുകളിലും 1487 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 225 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 76,383 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 72,139 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 18,146 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 15,264 നെഗറ്റീവായിട്ടുണ്ട്. ആകെ സംസ്ഥാനത്ത് 99,962 സാമ്പിളുകളാണ് പരിശോധിച്ചത്.
ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം സംസ്ഥാനത്ത് 124 കണ്ണൂർ 4, കൊല്ലം 3, പാലക്കാട് 2 ഇത്തരത്തിലാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ വന്നത്. COVID-19 പൊട്ടിപ്പുറപ്പെടുന്നതിനെ തുടർന്ന് ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികളെല്ലാം കേന്ദ്ര സർക്കാർ നിരോധിക്കുകയാണല്ലോ. രാഷ്ട്രീയ സാമൂഹ്യ പരിപാടികളുടെ ഭാഗമായുള്ള ഒത്തുചേരലുകളും ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുമെല്ലാം ഇതിൽപ്പെടും. രോഗവ്യാപനം തടയുന്നതിന് വലിയ ആൾക്കൂട്ടം ഒഴിവാക്കേണ്ടതാണ് നമുക്കറിയാം. എന്നാൽ ലോക്ക്ഡൗണിൽ നിന്ന് രാജ്യം ഘട്ടം ഘട്ടമായി പുറത്തു കടക്കുകയാണ്. ഈ നിലയിൽ അധികകാലം തുടരാൻ നമുക്ക് കഴിയില്ല. ഉൽപ്പാദന മേഖലകളും സേവന മേഖലകളുമെല്ലാം നിശ്ചലമാക്കി സമൂഹത്തിന് അധികകാലം മുന്നോട്ട് പോകാനാവില്ല. ലോക്ക്ഡൗൺ ഇളവുകളുടെ ഭാഗമായി ജൂൺ 8 മുതൽ ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും തുറക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെയ് 30 പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കാത്തിരിക്കുകയാണ്. ആരാധനാ കേന്ദ്രങ്ങൾ തുറക്കാമെന്ന് പറഞ്ഞപ്പോഴും വലിയ ആൾക്കൂട്ടം ഒരു പരിപാടിക്കും ഈ ഘട്ടത്തിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വരുന്ന മുറക്ക് നിയന്ത്രണ വിധേയമായി കേരളത്തിൽ ആരാധനാലയങ്ങൾ എങ്ങനെ തുറക്കാമെന്നതിനെക്കുറിച്ച് അഭിപ്രായമാരായാൻ ഇന്ന് വിവിധ വിഭാഗം മതവിഭാഗങ്ങളുമായും മതമേധാവികളുമായും മതസംഘടനാ നേതാക്കളുമായും മതസ്ഥാപന ഭാരവാഹികളുമായും വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തി. ആരാധനാലയങ്ങളിൽ